കോഴിക്കോട് രാമനാട്ടുകരയിൽ ശക്തമായ കാറ്റിലും മഴയിലും ആൽമരം കടപുഴകി വീണു. രാമനാട്ടുകര യൂണിവേഴ്സിറ്റി റോഡിലാണ് മരം വീണത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റി. ആകാശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആകാശ്, അപകടമൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നോ? എന്താണ് അവസ്ഥ? തീർച്ചയായും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെയായിരുന്നു 5:45 കൂടിയായിരുന്നു അപകടമുണ്ടായത്. അതിനാൽ തന്നെ ഈ റോഡിൽ ആളുകൾ ഇല്ലാത്തതിനാൽ തന്നെ ആർക്കും പരിക്കേൽക്കുകയോ മറ്റ് അപകടങ്ങളും ഉണ്ടായില്ല. അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിലാണ് വലിയ ആൽമരം റോഡിലേക്ക്, പ്രധാന റോഡാണ്, രാമനാട്ടുകര യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന പ്രധാന റോഡാണ്, ഇതിലേക്ക് ഈ ആൽമരം വീഴുന്നതും അതിനുശേഷം നാട്ടുകാർ ഈ കാര്യം ഫയർഫോഴ്സിനെ അറിയിക്കുകയും ബീഞ്ചന്തയുള്ള ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്നൊരു റോഡാണ്. പുലർച്ചെ ആയതിനാൽ തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. കൂടാതെ അഗ്നിശമന സേന എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് മേഖലയുണ്ടായിരുന്നു. വാഹനങ്ങളെല്ലാം കോഴിക്കോട് എയർപോർട്ട് വഴിയാണ് കടത്തിവിട്ടത്. കൂടാതെ അല്പസമയം അരമണിക്കൂറിന് ശേഷം ഈ മരം റോഡിൽ നിന്ന് പൂർണ്ണമായും മുറിച്ചു മാറ്റുകയും മാറ്റി റോഡിന്റെ വശത്തേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ മഴയിലാണ് ഈ മരം കടപുഴകി റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അതും പുലർച്ചെ ആയതിനാൽ തന്നെയാണ് ആളുകൾ ഇല്ലാതിരുന്നതും. അതിനുശേഷം നാട്ടുകാരാണ് ഈ റോഡിൽ ഈ മരം വീണതിന് ശേഷം ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ അറിയിക്കുന്നത്. മീഞ്ചന്തയിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് റോഡിൽ വീണ മരം പൂർണ്ണമായി തന്നെ മുറിച്ചു മാറ്റി അരമണിക്കൂർ കൊണ്ട് തന്നെ ഗതാഗത തടസ്സം മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർഷൻ.